CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ SFIO കോടതിയിൽ സമർപ്പിച്ച കംപ്ലയിന്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് ഇടപാടുകളുടെ മുഖ്യ ആസൂത്രകയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് കേന്ദ്ര ഏജൻസിയായ SFIO എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കംപ്ലയിന്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നൽകാത്ത സേവനത്തിനുള്ള വ്യാജമായ പണമിടപാടിൽ വീണയ്ക്ക് സുപ്രധാന പങ്കെന്ന് SFIO. 2017 മുതലുള്ള 2 വർഷക്കാലമായിരുന്നു CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട്. പ്രതിമാസം 5 ലക്ഷം രൂപ വീണയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തി. എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപയും CMRL നൽകി. ഇടപാട് വഴി 2,78 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. എക്സാലോജിക് കമ്പനി വീണയുടെ ഉടമസ്ഥതയിൽ മാത്രമാണെന്നും മറ്റാർക്കും പങ്കാളിത്തമില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം വീണയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് CMRL ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിൽ പാർട്ടിക്ക് അങ്കലാപ്പില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കോടതി തീരുമാനമെടുക്കട്ടെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവകാശപ്പെടുന്ന പോലെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. CPIM സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു തരത്തിലുള്ള അങ്കലാപ്പും ഉണ്ടാക്കിയിട്ടില്ല. കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.